ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മൃതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 10-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 20-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 21 തൊട്ട് 23 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഫറോസ് ഫോൾസ് റിപ്പൻറ്റൻസ്, ഫറവോൻ്റെ മറ്റൊരു തെറ്റായ പശ്ചാത്താപത്തിൻ്റെ അനുഭവം, കള്ള പശ്ചാത്താപത്തിൻ്റെ അനുഭവം ആണ് അവിടെ നാം കാണുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, എ ഫോൾസ് റിപ്പൻറ്റൻസ് വിൽ നോട്ട് ബ്രിങ് റിലീഫ് ഫ്രം ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്സ്. തെറ്റായ പശ്ചാത്താപം ഒരിക്കലും വലിയവനായ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്കൊരിക്കലും ആശ്വാസം നൽകുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ആശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ രീതിയിലുള്ളതായ ഒരു പശ്ചാത്താപം ഉണ്ടായിരിക്കണം. മുകളിലുള്ളതായൊരു പശ്ചാത്താപമല്ല, അകത്ത് ഒരു പശ്ചാത്താപം, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ നാം നോക്കുമ്പോൾ ഫറവോൻ്റെ ആ തെറ്റായ പശ്ചാത്താപം നേരത്തെയും ഇതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ ബാധ കഴിഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 30 മുതൽ 32 വരെ വാക്യങ്ങളിലും ഇതുപോലെ ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-28 വാക്യങ്ങളിലും ഇതുപോലെ തന്നെ തൻ്റെ ഒരു തെറ്റായ ഒരു പശ്ചാത്താപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ആ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അത് അവൻ്റെ പ്രവൃത്തിയിലൂടെ കാണുവാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് ഒന്ന് പറഞ്ഞു എന്നല്ലാതെ ഒരിക്കലും അത് പ്രവർത്തിച്ച് കാണിക്കുവാനായിട്ട് ഫറവോന് സാധിച്ചില്ല. അവൻ വീണ്ടും അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. മാത്രമല്ല, വലിയവനായ ദൈവവും തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഇരുന്നു. അപ്പോൾ അത് നാം ഒന്ന് വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു. അതുപോലെയുള്ളതായ ബാധയായിരുന്നു ആ വെട്ടിക്കിളിയുടേത്. അതിൻ്റെ ആ വിസ്തൃതി, വ്യാപാരം നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരവസ്ഥ മിസ്രയീമ്യരുടെ മേൽ വന്നപ്പോൾ ഫറവോൻ അവരെ വേഗത്തിൽ വിളിപ്പിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നോക്കുക, എത്ര ദയനീയമായ രീതിയിലാണ് അവൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോടും അതുപോലെ തന്നെ നിങ്ങളോടും പാപം ചെയ്തിരിക്കുന്നു. അവൻ്റെ ആ തെറ്റായ അല്ലെങ്കിൽ കള്ളത്തരത്തിലുള്ളതായ കാപട്യത്തിലുള്ളതായ അവൻ്റെ ആ പശ്ചാത്താപമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പശ്ചാത്താപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നാമും എന്ത് ചെയ്യും, ഓരോ തെറ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ദൈവസന്നിധിയിൽ ഇതുപോലെ പശ്ചാത്താപിച്ച് പറയും. എന്നാൽ വീണ്ടും അതേ കാര്യം നാം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഫറവോനും ഇവിടെ അത് തന്നെയാണ് ചെയ്തത്. 17-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ട് നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു.
ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ കാണിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ ഒരു പ്രാവശ്യം കൂടെ മാത്രം മതി, ഞാൻ ഇനിയും നിങ്ങളെ വിട്ടയക്കാം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അവൻ പ്രവർത്തിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ അവൻ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. ഫറവോനോട് ഒരു ദയ ഉണ്ടായിരുന്നു. പ്രിയ വിശ്വാസികളെ, നമുക്കും നമ്മുടെ ആൾക്കാരോട് നമുക്കൊരു ദയ ഉണ്ടായിരിക്കണം. ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരു പ്രാർത്ഥന ഈ ഫറവോൻ ഇസ്രായേൽ മക്കളെ ദണ്ഡിപ്പിക്കുകയും മോശയുടെയും അഹരോൻ്റെയും ദൈവത്തിൻ്റെയും വാക്കുകൾ കേൾക്കാതെയും ഇരുന്നിട്ട് പോലും മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ വിശ്വാസികളെ, ഇങ്ങനെയുള്ളതായ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. 19-ാമത്തെ വാക്യത്തിൽ യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ് അടിപ്പിച്ച് അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞു. മിസ്രൈം രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല. ഇന്നലെ നാം കണ്ടത് കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. ഇന്ന് തിരിച്ചാണ്, പടിഞ്ഞാറൻ കാറ്റ് അടിപ്പിച്ച് വെട്ടുക്കിളിയെ എല്ലാം കൊണ്ടുവന്ന് ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ആ ശക്തി, ദൈവം ഈ വെട്ടുക്കിളികൾ പോലും ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നവരാണ്. മൃഗങ്ങളും പക്ഷികളും പോലും ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നു. എന്നാൽ മനുഷ്യരായ നാം, വിശ്വാസികളായിരിക്കുന്ന നാം പലപ്പോഴും ദൈവത്തിൻ്റെ ആജ്ഞകൾ നാം അനുസരിക്കാതെ ജീവിക്കുന്നവരാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ. 20-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവിടെ ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല. നോക്കുക, ദൈവം ഒരു ശുദ്ധീകരണം ചെയ്തപ്പോൾ അത് പൂർണ്ണമായ ശുദ്ധീകരണമാണ്. ഒരു വെട്ടുക്കിളി പോലും ശേഷിക്കാതെ. നേരത്തെ ഈ വെട്ടുക്കിളികളെല്ലാം കൂടെ കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പേയും എന്തെങ്കിലും വെട്ടുക്കിളി ആ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ അതിനെ പോലും നിർമൂലനാശം ചെയ്തു. ദൈവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത്, പൂർണ്ണമായ രീതിയിലാണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ നാം എന്ത് ചെയ്യുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ചെയ്യും, അങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ നാം അത് പൂർത്തീകരണത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാതെ ചെയ്യുന്നവരാണ്. നന്നാൽ നമുക്കും ദൈവത്തെ പോലെ നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് പൂർണ്ണതയോടുകൂടെ ചെയ്യുവാൻ, പൂർത്തിയാക്കി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നെ നാം കാണുന്നത്, എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. ഇത് ശരിയായ രീതിയിൽ ആർക്കറിയാമായിരുന്നു? മോശയ്ക്ക് അറിയാമായിരുന്നു. കാരണം മോശയോട് പറഞ്ഞതാണ്, അവൻ്റെ അവസാനത്തെ ബാധ കടിഞ്ഞൂലിനെ കൊന്നല്ലാതെ ഞാൻ അവരെ വിടുകയില്ല എന്ന് ദൈവത്തിന് വളരെ കാര്യമായിട്ട് അറിയാമായിരുന്നു. പ്രിയ വിശ്വാസികളെ, a false repentance will not relieve the suffering caused by sin in our life. നമ്മുടെ ജീവിതത്തിൽ പാപം മുഖാന്തരമായിട്ട് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ തെറ്റായ ഒരു പശ്ചാത്താപത്തോടുകൂടെ അത് ദൈവം മാറ്റിത്തരുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യഥാർത്ഥമായ രീതിയിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നു എങ്കിൽ ഞാൻ നിങ്ങളുടെ പാവങ്ങളെ വിട്ടുകളയും, നിങ്ങളുടെ പാവങ്ങളെ നിങ്ങളുടെ മേൽ ഓർക്കുകയില്ല, നിങ്ങളുടെ അനീതികളെ എല്ലാം ഞാൻ കഴുകിക്കളയും എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരിക്കലും തെറ്റായ ആ പശ്ചാത്താപത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് വിശുദ്ധിയോടുകൂടെ പാപത്തിൽ നിന്ന് ഒരു പരിഹാരം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കില്ല. പാപം വീണ്ടും നമ്മളെ ശിക്ഷിച്ചുകൊണ്ട് ഇരിക്കും, പാപം വീണ്ടും നമ്മളെ തകർത്തുകൊണ്ട് ഇരിക്കും. എന്നാൽ
പൂർണ്ണമായ പശ്ചാത്താപത്തോടുകൂടെ നാം വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പാവങ്ങളെയും വലിയവനായ ദൈവം മാറ്റിക്കളയും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയില്ല. എന്നാൽ നാം പാപത്തെ ഏറ്റുപറഞ്ഞ് നാം പാപത്തെ തള്ളിക്കളഞ്ഞ് നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ മഹത്വവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമുക്ക് ഈ ഒരവസ്ഥയിലേക്ക് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. നാം നായ്ക്കളെപ്പോലെ ആകാതെ അവരുടെ ഛർദ്ദിച്ചതായ ആ കാര്യത്തിലേക്ക് തിരിച്ചു പോകുന്നവരാണ് നായ്ക്കൾ. പലപ്പോഴും നമ്മുടെയും റിപ്പൻറ്റൻസ് അതുപോലെയാണ്, നമ്മുടെയും മനപശ്ചാത്താപം അതുപോലെയാണ്. പട്ടികളെ പോലെ ആണ് നാമും പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനെയൊന്നും ആകാതിരിപ്പാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ പോരായ്മകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിപൂർണമായ ഒരു പശ്ചാത്താപം, ഒരു മനസ്താപം ഉണ്ടാകുവാൻ ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.